ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം മാഡം പറഞ്ഞു നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ കുറെ നാളായിട്ട് കാത്തിരുന്ന ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഒഫീഷ്യലി വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ കുറെ നാളായിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും ചോദിക്കുന്നതാണ്. നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എന്നാണ് ഇനി ഭാരതീയറിന്റെ പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട്. അപ്പോൾ അതിൽ ഏത് കോഴ്സുകളൊക്കെയാണ് വന്നിരിക്കുന്നത്, അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് ഒരാഴ്ചയോളമായി ഇപ്പോ അത് ഓപ്പൺ ആവുന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ന്യൂസ് വരുന്നത്. അപ്പോ ഇന്നലെയാണ് ഒഫീഷ്യലി അത് സൈറ്റിൽ അവര് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ഇട്ടിരിക്കുന്നത്. അപ്പോ പക്ഷെ എന്നാലും ഫീസ് സ്ട്രക്ചർ നമുക്ക് ഇപ്പോഴും കറക്റ്റ് അവര് എന്താന്നുള്ളത് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് മാത്രം നമുക്കിപ്പോ നിങ്ങളോട് പറയാനായിട്ട് കഴിയില്ല. പക്ഷെ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതാന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഡൗട്ടാണ്, മറ്റേ സെമസ്റ്റർ ആണോ ഇയർ ആണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ കുറെ പേര് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കിതിപ്പോ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ആവാണ്ടിരിക്കുന്ന സമയത്തും എല്ലാവരും ഭാരതീയറായിട്ട് നോക്കി നിൽക്കുന്ന നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും MBA കോഴ്സും PG കോഴ്സും ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. UG കോഴ്സുകളെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്കവര് ഇപ്പോൾ സെമസ്റ്റർ ആക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം നമ്മൾ ഇത്രയും നാളും ഭാരതീയർ ഇയർലി പാറ്റേണിലാണ് പോയിരുന്നത്. അപ്പൊ നമ്മൾ സെമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം സിലബസുകൾ നമുക്ക് അതിനനുസരിച്ച് ഓരോ സെമ്മിനും നമ്മുടേതായിട്ടുള്ള പാഠ്യവിഷയങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ അവരിപ്പോ PG കോഴ്സും MBA മാത്രം പുറത്തുവിട്ടിരിക്കുന്നത്. MBA വേറെ സ്പെഷ്യലൈസേഷൻ ഇല്ല. അതും എല്ലാവർക്കും ഭയങ്കര വിഷമമായി. കാരണം അതൊരു വസ്തുതയാണ്. കാരണം എന്താ വെച്ചാല് നമുക്കൊരു 18ഓളം സ്പെഷ്യലൈസേഷൻസ് ഭാരതീയറിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഒക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിരുന്ന കോഴ്സുകളാണ് ഇതൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് MBA എന്ന് പറഞ്ഞ ഒരു ഇത് മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് ബാക്കി സ്പെഷ്യലൈസേഷൻ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ MBAയുടെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ MBA ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം ഉണ്ടാവും, എന്താണ് ഇതിൽ സിലബസ് വരിക, നമ്മളത് എടുത്തു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. MBA ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBAയുടെ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ സിലബസ് പൊതുവായിട്ടുള്ള എല്ലാ ഇതുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് അതുപോലെ എല്ലാ ഓരോ പേപ്പർ ഇതാണ്. അതായത് നമുക്ക് അറിയാലോ നമ്മുടെ ഒരു സിലബസ് പാറ്റേൺ അനുസരിച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും കോമൺ സബ്ജക്റ്റും സെക്കൻഡ് ഇയറിലേക്കാണ് അതാത് സ്പെഷ്യലൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിലബസും വന്നിരുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളെ ബിസിനസ് മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിലബസ് ആയിരിക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് മറ്റ് സ്പെഷ്യലൈസേഷനുകൾ ഇപ്പില്ല എന്ന് മാത്രം. അതാണ് ഈ നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ ഒരു ഇതിലേക്ക് അവരിട്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോ ഭാവിയിൽ എന്തൊക്കെയാവും, വല്ല അപ്ഡേഷൻസ് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കിപ്പോ പ്രധാനമായിട്ടും അവര് നമുക്ക് കോഴ്സുകൾ ഏതൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതില് PG കോഴ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. അതാണ് ഒരു ഹൈലൈറ്റ് പോയിന്റ്. കാരണം നമുക്ക് MCOM ഉണ്ട്, അതുപോലെ തന്നെ MCOMൽ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്, MA ഇക്കണോമിക്സ് ഉണ്ട്, പിന്നെ തന്നെ MA തമിഴ് ലിറ്ററേച്ചർ വരുന്നുണ്ട്. പിന്നെ പഴയ പോലെ തന്നെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ MA ഹിസ്റ്ററി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ വർക്കില് MSW ആ കോഴ്സ് ഉണ്ട്, ചോദിക്കുന്നതാണ്. കാരണം പിന്നെ വരുന്നത് MCA ഉണ്ട്. പിന്നെ MSc കോഴ്സുകൾ നോക്കുമ്പോഴത്തേക്കും MSc IT ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, MSc ഫിസിക്സ് ഉണ്ട്, MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, MSc മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ MSc അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്. അപ്പൊ അതായത് നമ്മുടെ പഴയ PG കോഴ്സുകൾ ഒരുവിധം അങ്ങനെ തന്നെ അവര് നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് UG കോഴ്സിനെ പറ്റിയിട്ട് ഇപ്പൊ പുതിയ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല, ധാരണകളൊന്നും നമ്മള് വന്നിട്ടില്ല. ഇപ്പൊ UG ബാച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ അടുത്ത് കുറെ UG പിള്ളേരാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഇത്ര PG കോഴ്സുകളാണ്. അതായത് 14ഓളം PG കോഴ്സും
പിന്നെ പ്ലസ് മാനേജ്മെന്റിന്റെ MBA കോഴ്സും ആണ് നമുക്ക് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട്. MBAയിൽ തന്നെ പിന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല എന്ന് മാത്രം, ജനറൽ MBA എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അവര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മാർച്ച് 31 വരെയാണ് പറയുന്നത്. ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ സൈറ്റിൽ കാണുന്ന ഡേറ്റ് മാർച്ച് 31 ആണ്. പക്ഷെ ഒരു പക്ഷെ നമുക്കത് ഡേറ്റ് ചിലപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഫീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഇപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റി തന്നിട്ടില്ല. നമ്മൾ സൈറ്റിൽ നിങ്ങൾ നോക്കിയാലും അതിനെ പറ്റി നമുക്ക് ഇപ്പൊ വ്യക്തമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഈ മാർച്ച് 31 എന്നുള്ള ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം അപ്പൊ നമുക്ക് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാം. നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സ്റ്റുഡൻസിനും കുറച്ചും കൂടെ അറിഞ്ഞിട്ട് എടുക്കാനുള്ള ഒരു ടൈം പീരീഡ് കിട്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ. അപ്പൊ അങ്ങനത്തെ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ട്. പിന്നെ നമുക്കിത് സെമസ്റ്റർ വൈസിന്റെ കാര്യമാണ് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു സെമസ്റ്റർ വൈസ് ആവുന്നതാണ് എല്ലാവരും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. നമ്മളുടെ അതോറിറ്റീസിന്റെ ആണെങ്കിലും എല്ലാവരും പറയുന്നത് സെമസ്റ്റർ വൈസ് ആവുള്ളൂ. കാരണം അവർ അതിന് വേണ്ടിയിട്ടാണല്ലോ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് ഡിലേ ആയത്. കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഇപ്പൊ 1 വർഷത്തോളായിട്ട് പുതിയ ബാച്ച് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, 2 വർഷത്തോളം ഏകദേശം. അപ്പൊ നമ്മള് സെമസ്റ്റർ ആവുന്നത് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽ സിലബസ് ഉള്ള ഒരു പ്രോസ്പെക്ടസും നമുക്ക് ഇപ്പൊ അവൈലബിൾ അല്ല, തന്നിട്ടില്ല. കാരണം അതിന്റെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകിച്ച് അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു സെമ്മിൽ എത്ര സബ്ജക്ട് വെച്ച് വരും അങ്ങനത്തെ കാര്യങ്ങൾ സബ്ജക്റ്റിന്റെ എണ്ണത്തിൽ കൂടുതലുണ്ടാവും. പറയാലോ ഈ സെമ്മില് 5 സബ്ജക്റ്റോ 6 സബ്ജക്റ്റോ മസ്റ്റ് ആയിട്ട് വേണം. നമുക്കിപ്പോ ഇയർലി പാറ്റേണിൽ വരുമ്പോ MBA-കാർക്ക് 9 സബ്ജക്റ്റ് ആണ് ഒരു വർഷം ഉണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ 18 സബ്ജക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് സെമസ്റ്ററിൽ ഒരു സെമ്മിൽ 6 സബ്ജക്റ്റ് അല്ലെങ്കിൽ മിനിമം 5 എണ്ണമെങ്കിലും വേണം. അത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സബ്ജക്റ്റിന്റെ എണ്ണം കൂടാൻ തന്നെയാണ്. ഇയർലി പാറ്റേൺ കമ്പയർ ചെയ്യുമ്പോൾ സബ്ജക്റ്റിന്റെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അങ്ങനത്തെ വരും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് നമ്മൾ എത്രയും വേഗം ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സാം സെന്ററിന്റെ ആണ്. എക്സാം സെന്ററിന്റെ നമുക്കൊരു 90% അല്ലെങ്കിൽ 95% പറയുന്നത് തമിഴ്നാട് തന്നെ ആയിരിക്കുമല്ലോ. 95 അല്ല, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തമിഴ്നാട് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി അറിയിക്കാത്തത് കൊണ്ട് നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ മിക്കതും നമ്മൾ അവരുടെ യൂണിവേഴ്സിറ്റി പരിധിക്കുള്ളിൽ ഉള്ള എക്സാം സെന്ററുകളിൽ തന്നെ പരീക്ഷ വരും. നമുക്ക് കേരളത്തിലേക്ക് സെന്റർ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോ നല്ല ഓപ്ഷൻസും കോഴ്സുകളൊക്കെ ഉണ്ട്. അതായത് PG കോഴ്സുകളൊക്കെ ഒരുവിധം നമ്മള് പഴയ ടീച്ചേഴ്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. ടീച്ചേഴ്സിന് PG ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻസിന്റെ കേസും കാര്യങ്ങളും. അതുപോലെ തന്നെ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും MSc അപ്ലൈഡ് സൈക്കോളജി ടീച്ചേഴ്സിനൊക്കെ അത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ PGക്ക് ഒരു ഭയങ്കര ഒരു എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈമാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ PG കോഴ്സുകളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് അത്രയും PG അതായത് 14ഓളം PG കോഴ്സ് അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. പിന്നെ നിലവിലുള്ള സിലബസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം, പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് സെമസ്റ്റർ ആവുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഉണ്ടാവാൻ സബ്ജക്റ്റുകളുടെ കാര്യത്തിലുള്ള സാധ്യത. അതുപോലെ തന്നെ നമുക്കിപ്പോ MBA-യും ജനറൽ ആണെങ്കിൽ പോലും അതും അവൈലബിൾ ആണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഭാവിയിൽ മറ്റ് സ്പെഷ്യലൈസേഷനുകളൊക്കെ വന്നാൽ നമുക്ക് അതിലേക്കും കൂടെ അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. മുൻപത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മുൻപത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ വിചാരിച്ചു ഇപ്പൊ ഫീസ് വന്നിട്ട് പറഞ്ഞാൽ മതിയോ അങ്ങനെ വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. നമ്മള് സ്റ്റാറ്റസ് ഇട്ടപ്പോഴും നമ്മള് പിന്നെ ഇന്നലെ വന്നപ്പോ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആവുന്നതും കാത്ത് ഒരുപാട് പേര് ഇരുന്നിരുന്നല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഇനി പിന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടും എന്താണ് ആ ഒരു വീഡിയോ ആയിട്ട് വരാത്തേന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് ഫീസ് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വന്നിട്ട് അത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഭാരതിയാറിന്റെ
കറന്റ് അഡ്മിഷന്റെ സ്റ്റേറ്റസ് പറയാനുള്ളത്. ഫർദർ എല്ലാ അപ്ഡേറ്റ്സും ഈ പറഞ്ഞ പോലെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.